ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തക്കാളി കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമൊക്കെ എടുത്താൽ മതി. സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകും നടുക്കൂടി കീറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെയും ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് അത് അപ്പോഴേ തന്നെ ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നെക്സ്റ്റ് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മതി നമുക്ക് മൊത്തത്തിൽ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിന്ന് ഇതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാടൊന്നും മിക്സ് ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കറി ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കൂടി താളിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് കടുക് അതുപോലെ തന്നെ ചുവന്നുള്ളിയും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലില്ലേ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക. ഇനിയും ടേസ്റ്റി ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.